BMC ഗ്ലോബൽ ലൈഫ് കൊച്ചിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന സെഗ്മെൻറ്റിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീമതി ലതിക ശശികുമാറാണ്. മാഡം, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് മാഡം വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എങ്ങനെ ഇലക്ഷനായിട്ടുള്ള ചൂടുകളൊക്കെ ആയി പിടിച്ചു തുടങ്ങിയോ? വർക്കൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നു. എങ്ങനെ പോകുന്നു ഇലക്ഷൻ്റെ വർക്കുകളെല്ലാം? കുഴപ്പമില്ല, നന്നായിട്ട് എല്ലാ വാർഡിലും നല്ല ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ ഓരോ സ്ഥാനാർത്ഥിയും അവരുടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ UDF ജയിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ 5 വർഷത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കറുകുറ്റി പഞ്ചായത്തിനെ തിരിഞ്ഞു നോക്കുമ്പോൾ മാഡത്തിന് പെട്ടെന്ന് പറയാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ മാഡം വളരെ സന്തോഷപൂർവ്വം ചെയ്ത 1-2 പദ്ധതികളെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾ കോവിഡ് സമയത്താണ് ഭരണം ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞ് കോവിഡ് പ്രസക്തിയോടുകൂടി കൂടുതൽ ജനങ്ങളിലേക്ക് വന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ രംഗപ്രവേശം. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളുണ്ട്. കാരണം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി കോവിഡ് രോഗികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവർക്ക് വാക്സിനേഷൻ കൊടുക്കുവാനും അതോടൊപ്പം അവരുടെ വീടുകളിൽ ഒരു 400 പൊതിച്ചോറ് വെച്ച് ഒരു ദിവസം 40 ദിവസം ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ കറുകുറ്റി പഞ്ചായത്തിലെ ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ഞങ്ങൾ പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഒരു ഫണ്ടും കിട്ടാതെ കറുകുറ്റിയിലെ ജനങ്ങളും NRI ആയിട്ടുള്ള ആളുകളും ഞങ്ങളെ സഹായിച്ച് ആ രോഗികൾക്കൊക്കെ, ഞങ്ങളുടെ 17 വാർഡാണ് അന്നുണ്ടായിരുന്നത്, 17 വാർഡിലും 400 പൊതിച്ചോറ് വെച്ച് ഒരു ദിവസം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ ചോറ് അവർക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് ഈ രോഗം വന്ന് കിടക്കണവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ചിലവർക്കൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ ചിലവർ വയസ്സായവർക്കൊക്കെ ഇത്തിരി അസുഖങ്ങൾ കൂടിയ സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ വീട്ടുകാർക്ക് മരണപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ കറുകുറ്റി പഞ്ചായത്ത് 40 പേരടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഞങ്ങൾ രൂപം കൊടുത്തു. അതിൽ 40 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിരുന്നു അതിൽ വന്നിരുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ കൂടി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. മരണപ്പെട്ടവരെയൊക്കെ മറവ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. കോവിഡ് സമയത്താണ് ഒരു പക്ഷേ ശരിക്കും ഒരു മനുഷ്യത്വത്തിൻ്റെ വില നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതൊരു വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മാഡത്തിനും ടീമിനും ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാവരും ഒന്നാണെന്ന് തോന്നിയ ഒരു സമയമാണ് അത്. അസുഖം വരുമ്പോൾ ആർക്കും മാറിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാവരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും, അന്ന് നമ്മൾ നോക്കുമ്പോൾ ആർക്കും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും ഒന്നാണെന്ന് തോന്നിയ ഒരു സമയമായിരുന്നു ഞങ്ങൾക്കത്. അത് കഴിഞ്ഞ 5 വർഷത്തെ മാഡത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇനിയും ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായി കറുകുറ്റി പഞ്ചായത്ത് UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ മാഡം? അതെ. അപ്പോൾ ഈ അടുത്ത 5 വർഷത്തേക്കുള്ള എന്ത് പദ്ധതികളൊക്കെയാണ് മാഡം അടങ്ങുന്ന UDF കമ്മിറ്റികൾ അല്ലെങ്കിൽ UDF നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിഭാവനം ചെയ്തിട്ടിരിക്കുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൊതു ശ്മശാനമാണ്. കഴിഞ്ഞ 5 വർഷം 15 വർഷമായിട്ട് നമ്മൾ പൊതു ശ്മശാനം പണിയാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒരു ശ്മശാനം വരുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാലോ. ഇപ്പോൾ മീറ്റിങ്ങുകളിലൊക്കെ പറയും ശ്മശാനം ചെയ്തില്ല എന്ന് പറയാം. അത് ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നു പോയാലും അത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ 2010-15 ഷൈനി ജോർജ് ആയിരുന്നു ഞങ്ങളുടെ പ്രസിഡൻറ്റ്. അന്ന് ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അന്ന് തുടങ്ങി ഞങ്ങൾ ഈ ശ്മശാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ എല്ലാ പേപ്പറുകളും കറക്റ്റായി നമുക്ക് കളക്ടർ അടുത്തും അതിൻ്റെ TS AS ഒക്കെ നമുക്ക് റെഡി ആവണം. പിന്നെ അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ അത് വരാനുള്ള സാഹചര്യം ഒരുക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞ 5 വർഷം അതിനുവേണ്ടി കൂടുതൽ ഞാനും ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് ഷൈജോ പറമ്പി, അതോടൊപ്പം ഞങ്ങളുടെ മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ശ്മശാനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും അവസാന നിമിഷമാണ് അതിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി കിട്ടിയത്. അപ്പോൾ നമുക്ക് അത് അപ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് നമുക്ക് കല്ലിടാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ജനുവരിയിൽ ഏറ്റവും ആദ്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാഡം ഈ തവണ മത്സരിക്കുന്നത് കറുകുറ്റി ഉൾപ്പെടുന്ന ബ്ലോക്കിലേക്കാണ്. അപ്പോൾ മാഡത്തിൻ്റെ ഏറ്റവും തിരഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ മാഡം ഈ ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുത്താൽ മാഡം ഉൾക്കൊള്ളുന്ന വാർഡുകളുണ്ടല്ലോ, ആ വാർഡിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാനായിട്ട് മാഡത്തിൻ്റെ പ്ലാൻ എന്താണ്?
എനിക്ക് ഏറ്റവും ആദ്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായി വന്ന എൻ്റെ കറുകുറ്റി പഞ്ചായത്തിൽ 17 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ. പക്ഷേ ഇന്നത് 19 2 വാർഡ് ഇപ്പോൾ കൂടി ഞങ്ങൾക്ക്. അപ്പോൾ 19 ആ 2 വാർഡുകളിൽ കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പ്രദാനം ചെയ്യുന്ന വാർഡായിരുന്നു ഒന്ന്. ഇത്തവണ ഞങ്ങൾക്ക് ഒത്തിരി ഫണ്ട് വെച്ച് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ആദ്യത്തെ ഗ്രാമസഭയ്ക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾ ഞങ്ങളോട് ആകെ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരണ്ട, ഈ കുടവും കൊണ്ടുപോകണവർ അവർ പൈപ്പിൻ്റെ ചോട്ടിൽ പോയി കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് വണ്ടി വെള്ളം ഇറക്കി കൊടുക്കണം, അതൊന്നും മാറ്റിത്തരാൻ മാത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ പട്ലസ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടും പഞ്ചായത്ത് ഫണ്ട്, ജില്ല, MLA, ബ്ലോക്ക്, MP എല്ലാവരുടെ സഹായത്തോടു കൂടി നമ്മളിപ്പോൾ അവിടെ ഒത്തിരി ആ 2 വാർഡിലേക്ക് കുറേ പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് ജനങ്ങൾക്ക് വേണ്ടി ആ കുടിവെള്ളത്തിൻ്റെ ഇത് തീർത്തു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യയുടെ വികസനം ഗ്രാമങ്ങളിലേക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് ഈ സമ്മതിദാനാവകാശം. ഈ അവകാശത്തിൽ ഈ വരുന്ന ഡിസംബർ തെരഞ്ഞെടുപ്പ് 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? 2026 മെയ്യിൽ വരുന്ന നിയമസഭാ ഇലക്ഷൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഇലക്ഷൻ എങ്ങനെയാണോ നമുക്ക് നേരിടാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കും നിയമസഭാ ഇലക്ഷൻ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 3 ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് 3ലേക്കും UDFന് ജയിച്ചു വരാൻ സാധിക്കും. നമ്മുടെ ഒരു ഗവൺമെൻറ് അടുത്ത 26 നടക്കുന്ന ഇലക്ഷനിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വരാൻ സാധ്യത ഞങ്ങൾ 100% കാണുന്നു. അപ്പോൾ അത് എന്തായാലും വരും. കറുകുറ്റി പഞ്ചായത്തിൻ്റെ സമഗ്രമായ ഒരു വികസനം, സമഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാർഡുകളും ഉൾപ്പെടുന്ന ഒരു വികസനം, ചെറിയ വാക്കുകളിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാഡത്തിന് എന്താണ് പറയാൻ പറ്റുക? സമഗ്രമായ വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് സാധാരണക്കാർ കുറേയുള്ള വാർഡുകളുണ്ട്, കുറേ താമസിക്കുന്ന വാർഡുകളുണ്ട്. അവർക്കിടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ വനിതകളുടെ ക്ഷേമം, വനിതകളുടെയും കുട്ടികളുടെ ക്ഷേമം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നൂർപ്പള്ളി എന്ന് പറയുന്ന വാർഡിൽ പാലശ്ശേരി ആണ് നമ്മുടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഒത്തിരി ഫണ്ടുകൾ കൊടുത്ത MLAയുടെ ഫണ്ട്, അതുപോലെ പഞ്ചായത്തിൻ്റെ ഫണ്ടൊക്കെ വെച്ച് അതിൻ്റെ വികസന ആരോഗ്യരംഗം ഉയർത്തിക്കൊണ്ടിരണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. വനിതകൾക്കും അല്ല അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് ടെലിഫോണും അല്ലെങ്കിൽ ടെലിഫോണേക്കാൾ ഉപരി രാസലഹരിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും തലമുറയെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഒരു വിഭാവനം ചെയ്യുന്ന കറുകുറ്റി പഞ്ചായത്ത് എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള പരിപാടികളൊക്കെ ഒത്തിരി നടത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ UDF ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഓരോ വാർഡിനെയും പ്രദാനം ചെയ്ത് ആ വാർഡിലുള്ള ചെറുപ്പക്കാരായ നമ്മുടെ വരും തലമുറക്കാരായ ആളുകളെ വിളിച്ച് അവർക്കൊരു ബോധവൽക്കരണ ക്ലാസ്സിലൂടെയും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയും ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് 19 വാർഡിലും ചെയ്യാനുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ മനസ്സിൽ വച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യണം. മാഡം കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ കറുകുറ്റി പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാഡം പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് മാഡത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ അവരുടെ സ്വന്തം കാര്യത്തിനേക്കാൾ അപ്പുറത്ത് വാർഡും പഞ്ചായത്തും ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോവുക. അപ്പം മാഡത്തിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒത്തിരി താല്പര്യമുണ്ട്. ഫാമിലിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, 2 മക്കളടങ്ങുന്നതാണ്. ഹസ്ബൻഡിൻ്റെ പേര്? എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശശികുമാർ. സാർ. മക്കള് മൂത്താള് സ്വാതി, രണ്ടാമത്താള് സൗരവ്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു. അവർ എടപ്പള്ളിയിൽ താമസിക്കുന്നു. മോൻ ഇപ്പോൾ UK പഠനത്തിനായിട്ട് പോയിരിക്കണം. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഇപ്പോൾ വീട്ടിലുള്ള. ഹസ്ബൻഡിൻ്റെ ഒരു സഹകരണം കൂടുതലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. വീട്ടിലെ ഒരു ടെൻഷനും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഡീൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ പൊതുരംഗത്ത്
നിറഞ്ഞു നിൽക്കാൻ എനിക്ക് സാധിച്ചാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഞാൻ ഈ രംഗത്ത് ഉണ്ട്. അപ്പോൾ അത് കുടുംബത്തിൻ്റെ ഒരു സഹായം ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും സഹകരണം എനിക്കുണ്ട്. സാധാരണ ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീ എന്നാണ് പറയപ്പെടുന്നത്. എന്നപോലെ സ്ത്രീയുടെ വിജയത്തിൻ്റെ, മാഡത്തിൻ്റെ പ്രത്യേകിച്ച് അത് സ്ത്രീകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, മാഡത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഹസ്ബൻഡ് എന്ന് തന്നെയാണ് മാഡം ഞങ്ങളോട് ഈ ഒരു നിമിഷത്തിൽ പറയുന്നത്. പിന്നിൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിച്ചത് ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിന് തന്നെയാണ് ഞാൻ ആദ്യം വന്നത്. പിന്നെ എനിക്കിതൊരു രസമായി തോന്നി. ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എൻ്റെ വീട് പോലെ തന്നെയാണ് ഞാൻ എൻ്റെ വാർഡിനെ കാണുന്നത്. അപ്പോൾ അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും അവർക്കുള്ള മറ്റുള്ള സഹായങ്ങൾ ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വാർഡ് കമ്മിറ്റിയിലുള്ള ആളുകളും എൻ്റെ ഹസ്ബൻഡും എന്നോടൊപ്പം നിന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മാഡത്തിൻ്റെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാൻ, മാഡം ഉൾപ്പെടുന്ന UDFൻ്റെയും സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം സമയം കണ്ടെത്തിയതിൽ ഒത്തിരി നന്ദി പറയുന്നു. മാഡത്തിനും മാഡത്തിൻ്റെ പാർട്ടിക്കും BMC ഗ്ലോബൽ ലൈവിൻ്റെ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. BMC ഗ്ലോബൽ ലൈഫിൻ്റെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും എൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചാലും ഞാൻ ഗ്ലോബലിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ കറുറ്റി ഗ്രാമപഞ്ചായത്തിൽ 19 വാർഡാണുള്ളത്. 19 UDFൻ്റെ മിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പാലിശ്ശേരി ഡിവിഷനിലും കറുറ്റി ഡിവിഷനിലുമായിട്ട് 2 പേര് മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് ഷൈജോ പറമ്പി മത്സരിക്കുന്നു. അപ്പോൾ ഈ 19 സ്ഥാനാർത്ഥികളെയും ഞങ്ങളെ 3 സ്ഥാനാർത്ഥികളെയും വൻ വിജയത്തോടുകൂടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും വോട്ടവകാശം രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.